ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുരാരി ബാബുവിന്റെയും എൻ വാസുവിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടും. ആദ്യഘട്ടമായി മുഖ്യപ്രതികളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇഡി ആരംഭിച്ചു. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവും തന്ത്രി കണ്ഠര രാജീവർക്കും മാർച്ച് 4-ന് ഹാജരാകാൻ ഇഡി സമൻസ് നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് വരുമാനത്തിലധികം സമ്പാദ്യങ്ങൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 2019-2025 കാലയളവിൽ മുരാരി ബാബുവിന്റെ സ്വത്തുവകകളിൽ വൻ വർധനവുണ്ടായിരുന്നു. 2021 ആഡംബര വീട് നിർമ്മിച്ചതിൽ സാമ്പത്തിക സ്രോതസ്സുകളിൽ കൃത്യമായ മറുപടി മുരാരി ബാബു നൽകിയിട്ടില്ല. കോട്ടയം പെരുന്നയിൽ 2019 നിർമ്മിച്ച വീടിന് 2 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇത് മുരാരി ബാബുവിന്റെ വരവ് കണക്കുകളുമായി പൊരുത്തപ്പെടുന്നതുമല്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനും കേസിൽ മുഖ്യ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ കണ്ടെത്തൽ. മുരാരി ബാബുവും എൻ വാസുവും അടക്കം മുഖ്യപ്രതികളുടെ എല്ലാം സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടും. ഇതിനു മുന്നോടിയായി സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതിയോടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടിയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരുന്നു. 8 സ്വത്തുക്കളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. വീടുകളും ഫ്ളാറ്റുകളും ഇതിൽ ഉൾപ്പെടും. ഇതിനിടെ എൻ വാസുവിനും തന്ത്രി കണ്ഠര രാജീവർക്കും ഒരേ ദിവസമാണ് ഇഡി സമൻസ് ലഭിച്ചിരിക്കുന്നത്. ഇരുവരും മാർച്ച് 4-ന് കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകണം. ജനം, കൊച്ചി.